അസ്സലാമു റഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 9ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എന്താണ് പാഠത്തിൻ്റെ പേര്? അഹ്സൻത യാ അലി. അലി എന്ന് പറഞ്ഞ ഒരാളെ പേര് അലിയെ എന്ന് വിളിക്കുകയാണ്. അലിയെ വെരി ഗുഡ് എന്നാണ് പറയുന്നത്. അഹ്സൻത പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്. നമ്മൾ പറയില്ലേ നീ ചെയ്ത് നന്നായി, വെരി ഗുഡ് എന്ന് പറയില്ലേ, അതാണ് അഹ്സൻത. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ചുവപ്പ് കളറിൽ കൊടുത്ത അക്ഷരങ്ങളും ചുവപ്പ് കളറിൽ കൊടുത്ത വാക്കുകളും ബ്ലൂ കളറിൽ കൊടുത്ത വാക്കുകളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം. നോക്കാം, നമുക്ക് പാഠം നോക്കാം. ഖറജ അലിയുൻ മിനൽ ബൈത്തി ഇലൽ മദ്രസത്തി ബിൽ ഹഖീബ. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കുറേ വാക്കുകളുണ്ട്. ബൈത്ത് അല്ലേ, ബൈത്ത് പറഞ്ഞാൽ എന്താണ്? വീട്. മദ്രസ അറിയാം, മദ്രസ തന്നെ. ഹഖീബ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാഗ്. അലി പറഞ്ഞാൽ അലി. ഇനി നമുക്ക് ഏത് അർത്ഥം കിട്ടാത്തുള്ളൂ? ഈ ഖറജൻ്റെ അർത്ഥം മാത്രമേ കിട്ടാതെ. അപ്പോൾ ഖറജൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ഖറജ പറഞ്ഞാൽ പുറപ്പെട്ടു. അപ്പോൾ ഖറജ അലിയുൻ, അലി പുറപ്പെട്ടു, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, ഇലൽ മദ്രസ മദ്രസയിലേക്ക്, ബിൽ ഹഖീബത്തി ബാഗും കൊണ്ട് പുറപ്പെട്ടു. വസല ഇലൽ മദ്രസ മുബക്കിറൻ. ഇതിൽ മദ്രസൻ്റെ അർത്ഥം നമുക്കറിയാം. മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്രസ തന്നെ. മദ്രസയിൽ എത്തിച്ചേർന്നു. മുബക്കിറൻ നേരത്തെ. ദഖല ഫി സൊഫി, അങ്ങനെ അവൻ ക്ലാസ്സിൽ പ്രവേശിച്ചു. വസല്ലമ അലൽ ഉസ്താദി, ഉസ്താദിനോട് സലാം പറഞ്ഞു. വസുമലായി, കൂട്ടുകാരോട് സലാം പറഞ്ഞു. അഖദൽ കിതാബ മിനൽ ഹഖീബ, ബാഗിൽ നിന്ന് കിതാബ് എടുത്തു. ഇവിടെ എന്താണ്? അഖദ. അടുത്ത് ബദ അൽ ഉസ്താദു അദ്ദർസ, ഉസ്താദ് ക്ലാസ് തുടങ്ങി. വ കതബ അല സബൂറത്തി ബിൽ ഹക്കക്കി, വ കതബ അല സബൂറത്തി ബോർഡിന്റെ മുകളിൽ എഴുതി, ബിൽ ഹക്കക്കി ചോക്ക് കൊണ്ട്. നസഖഹു അലിയുൻ ഇൽ ഖുറാസ, അലി എന്ത് ചെയ്തു? അത് കോപ്പി ചെയ്തു. എവിടേക്ക്? പേപ്പറിലേക്ക്. ബിൽ കലമി, പേന കൊണ്ട് കോപ്പി എഴുതാൻ തുടങ്ങി. കാലൽ ഉസ്താദു, അങ്ങനെ പേപ്പർ കാണിച്ചു കൊടുക്കുമ്പോൾ, ഉസ്താദിന് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലേ, അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു അഹ്സൻത യാ അലി, വെരി ഗുഡ് വെരി ഗുഡ് എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ ചുവപ്പ് കളറിൽ കൊടുത്ത വാക്കുകൾ എന്താ? ഖറജ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അർത്ഥം നന്നായി മനസ്സിലാക്കണം. ഖറജ പറഞ്ഞാൽ എന്താണ്? പുറപ്പെട്ടു. പിന്നെ മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന്. വീട് എന്ന് പറയാൻ ബൈത്താണ്. അപ്പൊ വീട്ടിൽ നിന്ന് എന്ന് പറയാൻ എന്താ വേണ്ടി? മിനൽ ബൈത്തി. അപ്പൊ മദ്രസിൽ നിന്ന് എങ്ങനെ പറയാ? മിനൽ മദ്രസത്തി. പിന്നെ വീട്ടിൽ നിന്ന്, പിന്നെ അതുപോലെ ക്ലാസ്സിൽ നിന്ന് മിനസ്സൊഫി. അങ്ങനെ മിന വെച്ച് മിന എന്ന വാക്ക് ചേർക്കുമ്പോൾ അവിടെ നിന്ന് എന്നർത്ഥം കിട്ടും. അപ്പോൾ കോഴിക്കോട് നിന്ന് എങ്ങനെ പറയാ? മിൻ കോഴിക്കോട് അല്ലെ, മിൻ കാലിക്കൂത്ത്. അങ്ങനെ അപ്പൊ മിന എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വരും. അപ്പൊ ഖറജ അലിയും മിനൽ ബൈത്തി. ഇനി ഇതിലേക്ക് എങ്ങനെ പറയാം? മദ്രസയിലേക്ക്. ഇലൽ മദ്രസത്തി. മദ്രസ പറഞ്ഞാൽ മദ്രസ തന്നെ, പക്ഷെ ഇലൽ മദ്രസത്തി പറഞ്ഞാലോ മദ്രസയിലേക്ക്. അപ്പോൾ നമുക്ക് ഒരു പക്ഷെ പരീക്ഷക്ക് ഈ പാഠത്തിന്റെ ഇപ്പുറത്ത് കുറച്ച് ചോദ്യം ഉണ്ട്. അതുപോലത്തെ ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ ഈ മിന, ഇല, അതുപോലെ അല, ബി, ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. മിന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക്, അങ്ങനെ അവിടെ നിന്ന് എന്ന് പറയാനാണ് മിന പറയുക. അവിടേക്ക്, കോഴിക്കോടേക്ക്, കണ്ണൂരേക്ക്, കാസർഗോഡേക്ക് എന്ന് പറയാനാണ് ഇല പറയാ, ഇല. ഇനി കൊണ്ട് എന്ന് പറയാനാണ് ബി പറയാ, കൊണ്ട്. ബാഗ് കൊണ്ട്, പേന കൊണ്ട്, പെൻസിൽ കൊണ്ട്, അതിനൊക്കെ ബി കൊടുക്കുക. അപ്പോൾ പേന കൊണ്ട് എന്ന് പറയാൻ പേനന്റെ മുമ്പിൽ ബി കൊടുക്കുക. അപ്പോൾ ബിൽ കലമി, പേന കൊണ്ട്. പെൻസിൽ കൊണ്ട് ബിൽ മിർസമി, അങ്ങനെ ബി. അപ്പോൾ ഒന്നിന്റെ അർത്ഥം പഠിച്ചു. മിന പഠിച്ചു, ഇല പഠിച്ചു, ബി പഠിച്ചു. പിന്നെ അല, അല എന്ന് പറഞ്ഞാൽ എന്താ? മേലെ. അപ്പോൾ പുസ്തകത്തിന്റെ മേലെ അലൽ കിതാബി, പിന്നെ ബോർഡിന്റെ മേലെ അല സബൂറത്തി, അങ്ങനെ അല, അലയും പഠിച്ചു അല്ലേ. അപ്പോൾ ബിയും പഠിച്ചു. 1 2 3 4 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. മിന, ഇല, ബി, അല. ഇനി ബാക്കിയുള്ള ചുവപ്പിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഖറജ പറഞ്ഞാൽ പുറപ്പെട്ടു, വസല പറഞ്ഞാൽ എത്തിച്ചേർന്നു, പിന്നെ ദഖല പ്രവേശിച്ചു, സല്ലമ സലാം പറഞ്ഞു, അഹദ എടുത്തു, ബദ തുടങ്ങി, കതബ എഴുതി, നസഖ കോപ്പി എഴുതി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം, ചോദ്യത്തിലേക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഫീലുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ഖറജ, വസല, ദഖല, സല്ലമ, അഹദ, ബദ, കതബ, നസഖ. ഇതെന്താ ചെയ്യേണ്ടത്? ഇത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വെക്കുക. വേണമെങ്കിൽ അർത്ഥം കാണാതെ പഠിക്കലായിരിക്കും നല്ലത്. ഇനി ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. അതായത് മാലി തന്ന് മുലാരി എഴുതാനോ, മുലാരി തന്നിട്ട് മാലി എഴുതാനോ എന്തായാലും വരും. എന്താണ് ഈ മാലി എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മാലി എന്ന് പറഞ്ഞാൽ
ഇവിടെ കണ്ടില്ലേ മാലി ഹെഡിങ്, ഇവിടെ മുലാരി. മാലി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യം പറയാണ് മാലി എന്ന് പറയാം. പോയി, വന്നു, എടുത്തു, പിന്നെ സ്കൂളിൽ പോയി, ഹോംവർക്ക് എഴുതി, അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ് മാലി പറയാം. ഞാൻ സ്കൂളിൽ പോകും, ഞാൻ എഴുതും, ഞാൻ ഹോംവർക്ക് എഴുതും, ചായ കുടിക്കും, അങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാനാണ് മുലാരി പറയാം. അപ്പോൾ ഖറജ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുറപ്പെട്ടു. അപ്പോൾ യഖ്റുജുവിൻ്റെ അർത്ഥങ്ങൾ തന്നെ പറയും, പുറപ്പെടും. ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കും, കതബ എഴുതി, യക്തുബു എഴുതും, റജഅ മടങ്ങി, യർജു മടങ്ങും. ഇതിൻ്റെ അർത്ഥമല്ല നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് പൊത്തി പിടിച്ചിട്ട് ഇപ്പുറത്ത് കിട്ടണം. ഖറജ അപ്പോൾ ഇവിടുത്തെ കിട്ടണം യഖ്റുജു, ദഖല യദ്ഖുലു, കതബ യക്തുബു. ഇനി ഇത് തന്നാലും കിട്ടണം. യഖ്റുജു പറഞ്ഞാൽ ഖറജ, യദ്ഖുലു ദഖല, യക്തുബു കതബ, അങ്ങനെ കിട്ടണം. ഇനി നോക്കാം, ഇതെന്താ വ്യത്യാസം? ഇത് തന്നെയല്ലേ ഇവിടെയും? ഇവിടെ ഖറജ, ഇവിടെ ഖറജത്ത്. ഇതെന്താണ്? ഇതാണ് പെണ്ണുങ്ങൾ വരുമ്പോൾ പെണ്ണുങ്ങളെ പറ്റി പറയാൻ ഇവിടെ ഒരു താവ് കൊടുത്തു. ഇത് ഫുള്ള് പെണ്ണുങ്ങളെ കുറ്റി പറയാനാണ്. ഖറജ ഖറജത്ത്, ദഖല ദഖലത്ത്, കതബ കതബത്ത്, റജാ റജാത്ത്. അപ്പോൾ ഖറജത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണ് പോയി എന്നർത്ഥം, പെണ്ണ് പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇനി പെണ്ണ് പുറപ്പെടുന്നു പറയാൻ തഖ്റുജു. അപ്പോൾ ഇതിൻ്റെ മുലാരി ഇതാണ്. അപ്പോൾ ഖറജന്റെ മുലാരി എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതിയാൽ തെറ്റാണ്. ഖറജന്റെ മുലാരി ചോദിച്ചാൽ ഇതന്നെ എഴുതണം, യഖ്റുജു. ഈ ഖറജത്തിന്റെ മുലാരി ചോദിച്ചാൽ അവസാനം താ ഉള്ളതിന്റെ മുലാരി ചോദിച്ചാൽ ഇവിടെ തഖ്റുജു. ഇവിടെ എല്ലാത്തിലും താ ഉണ്ടാവും, കണ്ടോ? അപ്പോൾ മാലി താ ഉള്ളതാണെങ്കിൽ തുടക്കത്തിൽ താ കൊടുക്കണം. ട്രിക്ക് മനസ്സിലായോ? എല്ലാത്തിലും തുടക്കത്തിൽ തഖ്റുജു, തദ്ഖുലു, തക്തുബു, തർജിഉ. ഇനി മനസ്സിലാക്കാം, പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരു മാലി തന്നാൽ അതിന് മുലാരി ഉണ്ടാക്കാൻ എന്താ ചെയ്യുക? ഇപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നു, ഖറജ തന്നു. അപ്പോൾ ഇതിന്റെ മുലാരി എങ്ങനെ ഉണ്ടാക്കാം? എല്ലാത്തിനും തുടക്കത്തിൽ യാവ് കൊടുക്കുക, യാവ് കൊടുക്കുക. അപ്പം എന്തായി? യഹറജ എന്നായി. എന്നിട്ട് രണ്ടാമത്തെ അക്ഷരത്തിന് 0 കൊടുക്കുക, സുക്കൂൻ കൊടുക്കുക. അപ്പം എന്താ? യഹ്റജ. എന്നിട്ട് പിന്നെ ഇവിടെ ലമ്മ് കൊടുക്കുക, ഇവിടെ അവസാനം ലമ്മ് കൊടുക്കുക. ഇനി ഇപ്പോൾ മനസ്സിലായി. അപ്പം എന്തായി? യഹ്റുജു എന്നായി. അപ്പോൾ തുടക്കത്തിൽ യാവ് കൊടുത്തിട്ട് അവസാനം ലമ്മ് കൊടുക്കുക, രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുക. ഇങ്ങനെയാണ് മുലാരി ഉണ്ടാക്കുക. ട്രിക്ക് മനസ്സിലായിക്കോ? ഇപ്പോൾ കതബ, കതബ അല്ലേ? കതബന്റെ മുലാരി ഉണ്ടാക്കാൻ തുടക്കത്തിൽ യാവ് കൊടുക്കുക, യാ കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക, യക്. പിന്നെ ഇവിടെ ലമ്മ് കൊടുക്കുക, അവസാനം ലമ്മ് കൊടുക്കുക. അപ്പം എന്താ? യക്തുബു. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുക. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് തന്നു, ഇത് എഴുതാൻ പറഞ്ഞു. അപ്പം എന്ത് ചെയ്താൽ മതി? ഇവിടെ യദ്ഖുലു അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ യാ മായ്ക്കുക, യാ മായ്ച്ചാൽ എന്നിട്ട് ഇവിടെ ദ് എന്നുണ്ടാവുക, ഇതിന് ഫത്ത കൊടുക്കുക, ഇവിടെയും ഫത്ത കൊടുക്കുക, ഇവിടെയും ഫത്ത കൊടുക്കുക. അപ്പം എന്താ? ദഖല. മാലിയായ വാക്കാണെങ്കിൽ അതിലെല്ലാത്തിലും അധികം ഫത്തഹനായിരിക്കും, ഫുള്ള് ഫത്തഹ. കണ്ട 3 അക്ഷരത്തിന് ഫത്തഹ, കണ്ട? ഖറജ, ദഖല, കതബ, എല്ലാത്തിനും ഫത്തഹായിരിക്കും. മുലാരിയിലാവുമ്പോഴോ അവസാനം എന്തായാലും ലമ്മ് ഉണ്ടാവും, അവസാനം എല്ലാത്തിനും ലമ്മ്. തുടക്കത്തിൽ എന്തായാലും യാ ഉണ്ടാവും. 2 ട്രിക്ക് മനസ്സിലായിക്കോളൂ. തുടക്കത്തിൽ എപ്പോഴും യാ ഉണ്ടാവും, പിന്നെ അവസാനം എപ്പോഴും ലമ്മ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുക. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ മാലി മുലാരി എടുക്കുമ്പോൾ താ ഉള്ളതിൻ്റെ മുലാരിയാണ് എടുക്കുന്നതെങ്കിൽ തുടക്കത്തിൽ താ ആണ് കൊടുക്കേണ്ടത്, എന്തല്ല? യാ അല്ല. അപ്പൊ ഖറജത്തിന്റെ മുലാരി എടുക്കുമ്പോൾ താ കൊടുക്കുക, ആദ്യം താ കൊടുക്കുക. എന്നിട്ട് സാധാരണ പോലെ ഇവിടെ ചെയ്ത ട്രിക്കൊക്കെ ഇവിടെ ഉപയോഗിക്കുക. തഖ്റുജു, അതുപോലെ ദഖലത്ത്, തദ്ഖുലു. ഇനി നിങ്ങൾക്ക് ഇത് തന്നിട്ട് തദ്ഖുലു തന്നിട്ട് ഇത് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? താവ് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ടോ ദാലിന് ഫത്ത കൊടുക്കുക, ഖായിന് ഫത്ത കൊടുക്കുക, ലാമിനും ഫത്ത കൊടുക്കുക, താവിന് സുക്കൂന് കൊടുക്കുക. അപ്പം എന്തായി? ദഖലത്ത്. അത് ട്രിക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇത് കാണാതെ പഠിക്കുക. അതിൻ്റെ പുറമെ ഇങ്ങനെ ട്രിക്കുകൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത് ഖറജ അബി ഡാഷ് മക്കത്തൽ മുക്കറമ. ഇവിടെ അല ഉണ്ട്, ഇല ഉണ്ട്, ബി ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥം അറിയണം. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാലേ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം അറിയണം. നോക്കുക, ഇതിൻ്റെ അർത്ഥം എന്തായാലും അറിയാം. ഇത് അർത്ഥം അറിയില്ലെങ്കിൽ ഇത് എഴുതാൻ കിട്ടൂല. ഖറജന്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഇത് എഴുതാൻ കിട്ടൂല. അപ്പൊ ഖറജ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറപ്പെട്ടു. അബി എൻ്റെ ഉപ്പ. അബീന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. മക്കൽ മുക്കറമ മക്കയാണ്, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉപ്പ മക്ക. അപ്പൊ എന്താ സംഭവം? ഉപ്പ മക്കയിലേക്ക് പോയി എന്നാണ്, പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ അല എന്ന് പറഞ്ഞാൽ മേലെ. ഇപ്പോൾ പെൻസില് പുസ്തകത്തിന്റെ മേലെ എന്ന് പറയാം, അങ്ങനത്തേനാണ് അല ഉപയോഗിക്കുക. അപ്പൊ അല ഇവിടെ പറ്റൂല. മക്കന്റെ മേലെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ്. കൊണ്ട്, പേന കൊണ്ട്, പെൻസിൽ കൊണ്ട്, അങ്ങനെ അതും ഇവിടെ പറ്റും. മക്ക കൊണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ഇവിടെ ഏറ്റവും സൂട്ടബിള്? ഇല. അപ്പൊ എന്താ അർത്ഥം? അതിലേക്ക്.
കോഴിക്കോട്ടെ നമ്മൾ പറയുന്നത് കോഴിക്കോട്ടേക്ക്, കണ്ണൂരേക്ക് അങ്ങനെ പറയാനാണ് ഇല പറയാ. അപ്പൊ ഉപ്പ മക്കയിലേക്ക് എന്ന് പറയാൻ ഖറജ അബി ഇല മക്ക. അപ്പൊ ഇലയാണ് ശരി. മനസ്സിലായോ? അടുത്ത ഡാഷ് അലിയുൻ ഇലൽ മദ്രസ. അലി എന്ന് പറഞ്ഞാൽ അലി തന്നെ, മദ്രസ പറഞ്ഞാൽ മദ്രസ, ഇലന്റെ അർത്ഥം മദ്രസയിലേക്ക്. അപ്പൊ അലി മദ്രസയിലേക്ക്. ഇവിടെ നോക്കുക വസല വസലത്ത് തസീലു. ഇത് എളുപ്പമുണ്ട്. കാരണം എന്താ അറിയോ, ഇവിടെ താ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ അലി പെണ്ണാണോ? അല്ല. അപ്പൊ ഇത് പറ്റൂല. ഇവിടെ തുടക്കത്തിൽ താ ഉണ്ടല്ലോ, അതും പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ അതും പറ്റൂല. പിന്നെ ഏതാ ഉള്ളത്? വസല. അപ്പൊ ഏതാ ശരി? വസലയാണ് ശരി. അപ്പൊ ആണാണെങ്കിൽ താ വേണ്ട, പെണ്ണാണെങ്കിൽ താ ഉള്ളത്. പെണ്ണാണെങ്കിൽ താ ഉള്ളതും പെണ്ണല്ലെങ്കിൽ താ ഇല്ലാത്തതും. ഓക്കെ, ഇവിടെ നോക്കൂ റജഅത്തിൽ ബിന്തു. ഇവിടെ താ ഉണ്ടല്ലോ, അപ്പൊ തന്നെ മനസ്സിലാക്കുക അവിടെ പെണ്ണാണ്, ഇത് പെണ്ണാണ്. അപ്പൊ മോള് മടങ്ങി. ഇവിടെ എന്താ ഉള്ളത്? മിന ബി അല. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കോഴിക്കോട് നിന്ന്, അവിടെ നിന്ന് എങ്ങനെ പറയാം? മിന. അപ്പൊ റജഅത്തിൽ ബിന്തു മിനൽ മദ്രസത്തി. മിനയാണ് ഇവിടെ കൊടുക്കേണ്ടത്, മിന. മനസ്സിലായോ? അപ്പൊ മിനയാണ് ഇവിടെ ശരി. ബി പറ്റൂല, അല പറ്റൂല. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് കേട്ടോ. ഇനി നോക്കുക. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അക്ഷരങ്ങളുടെ അർത്ഥം അറിയണം, ഈ വാക്കിന്റെ അർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞ ചുവപ്പ് വാക്കുകളുണ്ടല്ലോ, ഇതിന്റെ അർത്ഥങ്ങൾ അറിയണം, ഇതിന്റെ അർത്ഥം അറിയണം, ഈ അക്ഷരങ്ങളുടെ അർത്ഥം അറിയണം. ഇനി അടുത്തത് അലിയുൻ മിനൽ മദ്രസത്തി. അലി പറഞ്ഞാൽ അലി തന്നെ, മിനൽ മദ്രസത്തി അതും നമുക്കറിയാം, മദ്രസയിൽ നിന്ന്. അപ്പോൾ അലി മദ്രസയിൽ നിന്ന്. ഉത്തരം എന്തൊക്കെയുള്ളത്? വലഅ, വസല, ദഖല, തനാവല, റജഅ, സല്ലമ. എങ്ങനെ എഴുതുപ്പത്? ഇത് എങ്ങനെ പൂരിപ്പിക്കും? ഇത് പൂരിപ്പിക്കാൻ നമുക്ക് ഈ വാക്കിന്റെ അർത്ഥം അറിഞ്ഞേ മതിയാകൂ, അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. വേറെ ട്രിക്കൊന്നും ഇതിനില്ല. അപ്പൊ ആണും പെണ്ണും ഉണ്ടെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾക്ക് ഉള്ളത് കൊടുക്കുക, അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ആണും പെണ്ണും ഇല്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ അർത്ഥം അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ മദ്രസയിൽ നിന്ന് അലി എന്തായി? മടങ്ങി എന്നാണ് കിട്ടുന്നത്. മടങ്ങി എന്നുള്ളതിന്റെ അറബി എന്താണ്? റജ. അപ്പൊ റജാന്റെ അർത്ഥങ്ങൾ പഠിക്കണം. റജ മടങ്ങി, റജ മടങ്ങി. അപ്പൊ റജ അലിയും മദ്രസത്തി ഫിൽ ബൈത്തി. അപ്പൊ എന്തായിരിക്കും? വീട്ടിൽ എത്തിച്ചേർന്നു, അല്ലെ? എത്തിച്ചേർന്നു എന്നുള്ളതിന്റെ അറബി എന്താണ്? വസല. അപ്പൊ വസല ഫിൽ ബൈത്തി, വീട്ടിൽ എത്തിച്ചേർന്നു. അടുത്തത് ഇനി എന്താണ്? അലൽ ഉമ്മി എന്നാണ്. ഉമ്മാനോട് സലാം പറഞ്ഞു. അപ്പോൾ സല്ലമ അലൽ ഉമ്മി. ഇവിടെ സലാം പറഞ്ഞു എന്നുള്ളതിന് എന്താ അറബി പറയാ? സല്ലമ. അടുത്തത് ഉറുഫത്തിഹി പറഞ്ഞാൽ അവന്റെ റൂമിലേക്ക്. അപ്പോൾ റൂമിലേക്ക് പ്രവേശിച്ചു. ദഖല ഫി ഉറുഫത്തിഹി. പിന്നെ അടുത്തത് ഹക്കീബത്തഹു. ഹക്കീബത്ത് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ബാഗാണ്, അല്ലെ? അപ്പോൾ ബാഗ് വെച്ചു എന്നാണ് പറയണ്ടത്. പറഞ്ഞാൽ വെച്ചു. ഹക്കീബത്തഹു, അവന്റെ ബാഗ് വെച്ചു. ഫുത്തൂർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ നാസ്ത, ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു എന്നാണ് പറയണ്ടത്. തനാവല അൽ ഫുത്തൂറ. കുറച്ച് പ്രയാസമുള്ളത് തന്നെയാണ്, പക്ഷെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം, അക്ഷരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ എളുപ്പമുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പാഠത്തിൽ ഇതുണ്ടല്ലോ, ഖറജ അലിയും മിനൽ ബൈത്തി ഇലൽ മദ്രസ. അതുപോലെ സല്ലമ അല, ദഖല ഫി. കണ്ടോ? ദഖല വരുമ്പോ ഫീ ആണ് വരിക. ആ ട്രിക്ക് മനസ്സിലാക്കിയാൽ മതി. ദഖല വരുമ്പോ ഫീ ആണ് വരിക, സല്ലമ വരുമ്പോ അലയാണ്. ഖറജ മിന ഇല, വസല ഫി രണ്ടും വരും. പിന്നെ കതബ അല ബി. അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ നോക്കുക, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതെന്താ? ഇവിടെ കതബ മാച്ച് ചെയ്യാണ്. കതബൽ ഉസ്താദു അല സബൂറത്തി. ഉസ്താദ് ബോർഡിന്റെ മേലെ എഴുതി. ഇനി നമ്മുടെ ലൈബത്ത് ഉണ്ട്, പിന്നെ ദഹബുണ്ട്, റജാണ്ട്, ജലസത്തുണ്ട്. ഞാൻ പറഞ്ഞു അവസാനം താഴുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലൈബത്തി പെണ്ണിൻ്റെതാണ്. ദഹബയിൽ താഴുണ്ടോ? ഇല്ല, അപ്പോൾ ഇത് ആണിൻ്റെതാണ്. റജയിൽ ആണിൻ്റെതാണ്. ജലസത്തി താഴുണ്ട്, അല്ലേ? താഴുണ്ട്, പെണ്ണിൻ്റെ ആണ്. ഇപ്പൊ രണ്ടെണ്ണം പെണ്ണ. ഇനി ഇതിലേതാ പെണ്ണ് നോക്കിയാൽ മതി. ഇതിലേതൊക്കെ പെണ്ണ്? ഇതിൽ ബിന്ത് മോള് പെണ്ണാണ്, ദാരിസത്തും പെണ്ണാണ്. ദാരിസത്ത് പറഞ്ഞാൽ വിദ്യാർത്ഥിനി, ബിന്ത് പറഞ്ഞാൽ മോള്. ഇനി നമുക്ക് എന്താ വേണ്ടത്? അർത്ഥം നോക്കണം. ഇവിടെ എന്താണ്? ജലസ പറഞ്ഞാൽ ഇരുന്നു, അപ്പൊ ജലസത്തി ഇരുന്നു. ലൈബത്തി പറഞ്ഞാൽ കളിച്ചു. അപ്പോ ലൈബത്തിൽ ബിന്തു മോള് എന്താണ്? കളിച്ചു. മോള് കളിച്ചു. എന്തുകൊണ്ട് കളിച്ചു മോള്?
ബി ബി ബിൽ കുറത്തി പന്ത് കൊണ്ട് കളിച്ചു. അപ്പോൾ ലഇബത്തിൽ ബിന്തു ബിൽ കുറത്തി. മനസ്സിലായോ? അടുത്തത് ഇനി ഒരു പെണ്ണുണ്ട് ജലസത്തി. അപ്പൊ ഏതാ പെണ്ണ് ഇവിടെ ബാക്കിയുള്ളത്? ദാരിസത്താണ്. അപ്പൊ ഇതെന്തായാലും ഇതിനാണ് ഉറപ്പാണ്, വേറെ പെണ്ണില്ലല്ലോ. അപ്പൊ ഇത് ഉറപ്പിച്ചു. ജലസത്തി ദാരിസത്തു. ദാരിസത്ത് വിദ്യാർത്ഥിനി എന്ത് ചെയ്തു? ഇരുന്നു. എവിടെ ഇരുന്നു? ക്ലാസ്സിൽ. ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ എങ്ങനെ പറയാ? ഫി സൊഫി. ക്ലാസ്സിൽ ഇരുന്നു. പഠിച്ചു, അതും പഠിച്ചു. ഇനി ബാക്കി ആണുങ്ങളുള്ളത്. കതബ ദഹബ റജ. ഇതെങ്ങനെ മാച്ച് ചെയ്യാം? ഇത് മാച്ച് ചെയ്യണമെങ്കിൽ അർത്ഥം അറിയണം. ആ കതബ ഇവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ദഹബയും റജയ ബാക്കിയുള്ളത്. ഇവിടെ ആരൊക്കെ ബാക്കിയുള്ളത്? ഇമാമും ദാരിസും. നോക്കുക, ഇവിടെ ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നർത്ഥം. അപ്പോൾ ഇമാമ് പറഞ്ഞാൽ പള്ളിയിലെ ഇമാമ്, പള്ളിയിലെ ഉസ്താദ്. അപ്പോൾ പള്ളിയിലെ ഉസ്താദ് പോയി, അല്ലെങ്കിൽ വിദ്യാർത്ഥിനി പോയി, രണ്ടാലൊന്നാവും. അപ്പോൾ ഇവിടെ ഏതാണ് നല്ലത്? ദഹബൽ ഇമാമു. ഇമാമു പോയി. ദഹബൽ ഇമാമു. ഇമാമു പോയി എവിടേക്ക്? ഇലൽ മസ്ജിദി. പള്ളിയിലേക്ക് പോയി. കണ്ടോ? അടുത്ത റജ മടങ്ങി. ദാരിസ് പറഞ്ഞ വിദ്യാർത്ഥി മടങ്ങി. മിനൽ മദ്രസത്തി. മദ്രസയിൽ നിന്ന് മടങ്ങി. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മള് റജ ദാരിസിലേക്കാണ് മടക്കിയത്. ഇനി റജ എങ്ങോട്ടും മടക്കാം. എങ്ങനെ? റജ അൽ ഇമാമു. ഇമാമു മടങ്ങി. മിനൽ മസ്ജിദി. പള്ളിയിൽ നിന്ന് മടങ്ങി. അങ്ങനെ ആക്കാം. അപ്പൊ ഇതെന്താകും? ദഹബ ദാരിസു ഇലൽ മദ്രസത്തി. പിന്നെ ഇലൽ മദ്രസത്തി. മദ്രസയിലേക്ക് പോയി. അങ്ങനെ ആവും. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് പെണ്ണിൻ്റെത് ഏതാണ്, ആണിൻ്റെത് ഏതാണ് നോക്കുക. അത് ട്രിക്ക് നോക്കിയാൽ മതി. അടുത്തെന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി അല്ലദീ ജമഅ മാലൻ. ഇതിൽ എന്താണ്? നഖറു മിനൽ ഖുർആനി വനക്തശിഫു മിനൽ അഫ്ആലിൽ മാളിയ. മാളി മുളാരി കണ്ടെത്താനാണ്. അപ്പോ ഇതാണ് മാളി. ജാഅ മാളിയാണ്. ജമഅ മാളിയാണ്. മാലിക്ക് എപ്പോഴും ഇങ്ങനെ തുടക്കത്തിൽ എല്ലാത്തിലും ഫതഹ ഉണ്ടാവുക കേട്ടോ. 3 അക്ഷരത്തിനും ഫതഹാണ് അധികം ഉണ്ടാവുക മാലിക്ക്. പിന്നെ അർസല മാളിയാണ്. പിന്നെ അറൈത്തല്ലദീ യുകദ്ദിബുദ്ദീൻ. റഅയ്ത. അടുത്ത് തബ്ബത് മാളി. തബ്ബ മാളി. അഗ്ന മാളി. കസബ മാളി. കണ്ടോ? അപ്പൊ കുറെ മാളി കണ്ടോ? നഖറു മിനൽ ഖുർആനി വനക്തശിഫു മിനൽ അഫ്ആലിൽ മാളിയത വൽ മുളാരിയ. മുളാരിയും കണ്ടെത്താൻ പറഞ്ഞു. ഇതിൽ മുളാരി ഉണ്ടോ? മുളാരി ഉണ്ട് ഇതില്. ഇദാ ജാഅ നസ്റുല്ലാഹ് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ വഅർസല അലൈഹിം ത്വയ്റൻ അബാബിൽ അറഅയ്തല്ലദീ മുളാരി യുകദ്ദിബു. ഇതാണ് മുളാരി. കണ്ടോ? യാ ഉണ്ടല്ലോ ഇവിടെ തുടക്കത്തിൽ. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ യാ ഉണ്ടാവും. യുകദ്ദിബു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു മക. അപ്പോൾ ഒരു മുളാരിയേ ഉള്ളൂ, ബാക്കിയൊക്കെ മാളിയാണ്. അടുത്തത് മാളിയായ ഫീലുകൾ വാക്കുകൾ എന്ത് ചെയ്യാനാണ്? കോപ്പി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പാഠം കുറച്ച് നന്നായി പഠിച്ചാലേ നമുക്ക് എന്താവുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. നന്നായി പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.